ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി രാവിലെ ഒരു പെപ്പർ റോസ്റ്റ് കഴിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യുവാണ്. ആ വഴി കൂടെ അടിച്ചു പൊളിച്ചാണ് പോകുന്നത്. ഞങ്ങൾ ഡ്രീം വേൾഡ് എത്തി. അതാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ. തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. ഇത് നമ്മൾ ട്രെയിനിലാണ് ഫസ്റ്റ് കയറുന്നത്. അവിടെ മൊത്തം കണ്ട് എല്ലാം കാണാനുള്ളൊരിതാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ 3D മാക്സിലേക്ക് പോയി. അത് സൂപ്പറായിരുന്നു, എല്ലാവരും മിസ് ചെയ്യരുത്. പിന്നെ കുട്ടികൾ കളിക്കാനായിരുന്നു കൂടുതലുള്ളത്, അടിപൊളിയായിരുന്നു, അത് ഒട്ടും രക്ഷയില്ല. പിന്നെ ചുമ്മാ രസത്തിന് കറങ്ങാൻ വേണ്ടി കയറിയത്, അതൊരു പെട്ടുപോയി. പിന്നെ ഞങ്ങൾ ഹൈറ്റുള്ളതിൽ കയറി, കുറച്ച് പണിയായിരുന്നു, പേടിച്ചു പോയി. ഭയങ്കര രസമായിരുന്നു കേട്ടോ, അവനൊട്ടും പേടിയില്ല. ഇതിപ്പം നമ്മൾ ഫോറസ്റ്റ് ജംഗിൾ എന്ന് പറയും. ഹൊറർ കഴിഞ്ഞു, ഹൊറർ എടുക്കാൻ പറ്റിയില്ല കാരണം ഓട്ടോ ആയിരുന്നു, പേടിച്ചിട്ട്. ഇതിപ്പോൾ ജംഗിളാണ്. ശാശം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, രക്ഷയില്ല. അവൻ അമ്മ എനിക്ക് പേടിയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം, ഒരു ഗുഹ പോലെ. നല്ല രസമുണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി സീനറി ആയിരുന്നു. പിന്നെ ഞങ്ങളതിലേക്ക് പോയത് സ്നോ വേൾഡിലേക്കാണ്. അതൊരു രക്ഷയില്ല, തണുത്തിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വിറയ്ക്കുമായിരുന്നു. അവൻ കിടന്ന് ബഹളമായിരുന്നു, വാ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ എല്ലാവരും കൂടെ DJ ഒക്കെ ആയിരുന്നു. കൊള്ളാം, അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ജുറാസിക് വേൾഡിലേക്കാണ്. ഇവിടെ അത് കണ്ടപ്പോൾ പഴയ റൈനോസസും ജുറാസിക് പാർക്കൊക്കെ ഓർമ്മ വന്നു. നല്ല രസമുണ്ടായിരുന്നു അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി. അപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ അവൻ പറഞ്ഞതേ അമ്മ ജുറാസിക് പാർക്കിൻ്റെ മുട്ട എന്നൊക്കെ പറഞ്ഞു. ഒരു ഗുഹയൊക്കെ ഉണ്ടായിരുന്നു, നല്ല പേടിയായിരുന്നു. പിന്നെ അവസാനം വീണ്ടും അവൻ്റെ കളി സ്ഥലത്തേക്ക് തന്നെ പോയത്. കൂടുതലും അവനാണ് എൻജോയ് ചെയ്തത്, അവൻ്റെ ഇതൊക്കെ അടിച്ചു പൊളിച്ചു. പിന്നെ ഞാൻ ഇതും എല്ലാം കറങ്ങണതായിരുന്നു മൊത്തം. തല കറങ്ങി മനുഷ്യൻ ആകെ ഒരു സീനിലായിപ്പോയി. പിന്നെ ഞങ്ങൾ നേരെ വാട്ടറിലേക്കാണ് പോയത്. രക്ഷയില്ല, അടിപൊളി. ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടും ഉണ്ട്, അല്ലാതെ മിക്സ്ഡും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതിൽ ഞാൻ കയറിയില്ല, എനിക്ക് പേടിയായിട്ട്. അപ്പം മുന്തിത്തള്ളിക്കൊണ്ട് പോയി. അപ്പോഴാണ് ഒരു 4 മണിക്ക് ശേഷം മഴ പെയ്തു, ഒരു രക്ഷയില്ലാത്ത മഴ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, അടിച്ചു വിളിച്ചു. ഇതാണ് ലേഡീസിന് മാത്രമുള്ളത്, അത് രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞാനും അവനും കൂടെ അടിച്ചു പൊളിച്ചു. പിന്നെ വേവ് പൂള് ഈ ടൈം ആകുമ്പോൾ ഉള്ള എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും, അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ 4 മണിക്കത്തെ ആ ഒരു മഴയാട്ടോ, സൂപ്പർ, രക്ഷയില്ലാത്ത മഴ. മഴയത്ത് വെള്ളത്തിൽ കളിക്കാൻ അടിപൊളി. ശരിക്കും അത് കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവന് ഒരു ലോൺലെസ് ഒന്നും ഫീൽ ചെയ്തില്ല, അത്രയും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ